ഹായ് ഹലോ വെൽക്കം ടു ത്രെഡ്സ് ആൻഡ് ടെയിൽസ്. ഇന്ന് ത്രെഡ്സ് അല്ല ടെയിൽസ് ആണ്. പ്ലാൻ പ്രകാരം 3 സ്ഥലം കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. ഒന്ന് മാഹിം ചർച്ച്, പിന്നെ ബാൻഡ്ര ചർച്ച്, പിന്നെ നെഹ്റു പ്ലാനറ്റോറിയം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ജേർണി. സോ അവർ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഈസ് മാഹിം ചർച്ച്. സോ അതിന് സ്റ്റേഷനിൽ പോയി മാഹിം ജംഗ്ഷനിലേക്ക് ടിക്കറ്റ് എടുത്തു. സ്റ്റേഷനിലിറങ്ങി നടക്കാനുള്ള ദൂരമേ ഈ ചർച്ചിലേക്കുള്ളൂ. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടേക്ക് പോകുന്നത്. സോ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ മാഹിം ചർച്ച് എന്നിട്ട് നടന്നു. പക്ഷേ ഞങ്ങൾ ചെന്നെത്തിയത് വേറൊരു ചർച്ചിലേക്കാണ്. നമ്മൾ ഉദ്ദേശിച്ച ചർച്ചിലല്ല, സെൻറ്റ് വിക്ടോറിയസ് ചർച്ചിലേക്കാണ് ഞങ്ങൾ ആദ്യം എത്തിയത്. സോ മാപ്പ് ഇടുന്നവർ സെൻറ്റ് മൈക്കിൾസ് ചർച്ച് മാഹിം എന്നിട്ടിട്ട് വേണം പോവാൻ. സോ ഞങ്ങൾ സെൻറ്റ് വിക്ടോറിയസ് ചർച്ചിൽ നിന്ന് മാഹിം ചർച്ചിലേക്ക് നടന്നു. ചർച്ചിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സറൗണ്ടിങ്സിലൊക്കെ ഒരുപാട് കച്ചവടക്കാരെ നമുക്ക് കാണാൻ സാധിക്കും. പൂക്കൾ, കൊന്തകൾ, രൂപങ്ങൾ, ചിപ്സ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വിൽക്കുന്ന ആൾക്കാരെ നമുക്ക് വഴിയരികിൽ കാണാൻ പറ്റും. ഈ കാണുന്നതാണ് സെൻറ്റ് മൈക്കിൾസ് ചർച്ച് അഥവാ മാഹിം ചർച്ച്. ഇത് മുംബൈയിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ചർച്ചിൽ ഒന്നാണ്. ഈ പള്ളിയുടെ മുന്നിലുള്ള ഈ മാതാവിൻ്റെ ഗ്രോട്ടയുടെ മുന്നിൽ ആളുകൾ വാക്സ് വേക്കേഴ്സ് സമർപ്പിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതിങ്ങനെ പല ബോഡി പാർട്സ് അല്ലെങ്കിൽ വീട്, തൊട്ടിൽ, അങ്ങനെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് സമർപ്പിച്ച് അവർ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഏറ്റവും സ്പെഷ്യൽ വെനസ്ഡേസ് നടത്തുന്ന നൊവേനയാണ്. മാതാവിനോടുള്ള ഈ നൊവേന അറ്റൻഡ് ചെയ്യാൻ ഒരുപാട് ആളുകൾ വരാറുണ്ട്. രാവിലെ മുതൽ ഈവനിങ് വരെ ഈ നൊവേന പ്രയേഴ്സ് റിപ്പീറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനാണ് ബാൻഡ്ര ചർച്ച്. മാഹിം ചർച്ചിൻ്റെ മുന്നിൽ നിന്ന് ടാക്സി വിളിച്ച് ഞങ്ങൾ ബാൻഡ്ര ചർച്ചിലേക്ക് പോയി. 16th സെഞ്ച്വറിയിൽ പോർച്ചുഗീസ് മിഷണറീസ് നിർമ്മിച്ചതാണ് ബാൻഡ്ര ചർച്ച്. ഇത് മദർ മേരിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു റോമൻ കാത്തലിക് ബസിലിക്കയാണ്. ഇതാണ് മൗണ്ട് മേരി ബസിലിക്ക അഥവാ ബാൻഡ്ര ചർച്ച്. ഇത് ബാൻഡ്രയിലെ മോസ്റ്റ് ഐക്കോണിക് സ്പിരിച്വൽ പ്ലേസിൽ ഒന്നാണ്. എല്ലാ വർഷവും സെപ്റ്റംബറിൽ മൗണ്ട് മേരി ഫെസ്റ്റ് അഥവാ ബാൻഡ്ര ഫെയർ നടത്തുകയും അത് അറ്റൻഡ് ചെയ്യാനായി ഒരുപാട് ആളുകൾ വരികയും ചെയ്യാറുണ്ട്. ഇവിടെയുള്ള മദർ മേരി സ്റ്റാച്ചുവിന് അത്ഭുത ശക്തി ഉണ്ടെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ പ്രാർത്ഥിക്കുവാനും ആഗ്രഹങ്ങൾ സാധിച്ചു തന്നതിന് നന്ദി പറയാനായി കടന്നു വരാറുണ്ട്. നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനാണ് നെഹ്റു പ്ലാനറ്റോറിയം. പ്ലാനറ്റോറിയം കാണുന്നതിന് മുമ്പായി ഞങ്ങൾ ബാൻഡ്ര സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. ഒരു വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു അത്. ഫുഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബാൻഡ്ര സ്റ്റേഷനിലേക്ക് നടന്നു. അവിടെ നിന്ന് മഹാലക്ഷ്മി എന്ന പ്ലേസിലേക്കാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത്. സ്റ്റേഷൻ ഇറങ്ങി ടാക്സി വിളിച്ചാണ് ഞങ്ങൾ നെഹ്റു പ്ലാനറ്റോറിയത്തിലേക്ക് പോയത്. ഞങ്ങളൊരു 2 മണി സമയത്താണ് അവിടെ എത്തിയത്. പക്ഷെ അവിടെ ചോദിച്ചപ്പോൾ ലഞ്ച് ബ്രേക്ക് ആയിരുന്നു. ഒരു 1/2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമേ അത് തുറക്കുള്ളൂ. പകരം മ്യൂസിയം ഉണ്ട് മുന്നിൽ, അത് കണ്ടോളാൻ പറഞ്ഞു. സോ ഞങ്ങളങ്ങനെ മ്യൂസിയം കാണാനായിട്ട് കയറി. മ്യൂസിയം കാണുന്നതിനായി പ്രത്യേകിച്ച് എൻട്രി ഫീസ് ഒന്നും തന്നെ ഇല്ല. മ്യൂസിയത്തിൻ്റെ തുടക്ക ഭാഗത്ത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജീവചരിത്രമാണ് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള കാര്യങ്ങൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ ലൈഫ് ജേർണി, ഫ്രീഡം സ്ട്രഗിൾ, സ്പീച്ചസ് എല്ലാം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് ഏൻഷ്യൻ ഇന്ത്യ മുതൽ മോഡേൺ ഇന്ത്യ വരെ ഓരോ സ്റ്റേജസും ഡീറ്റെയിൽ ആയി എങ്ങനെ ഉണ്ടായി എന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. പണ്ടത്തെ മനുഷ്യരിൽ നിന്നും ഇപ്പോൾ ഉള്ള മനുഷ്യൻ്റെ സ്ഥിതി വരെ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ലാംഗ്വേജസ് ആയാലും ഡാൻസ് ആയാലും സോങ്സ് ആയാലും കൾച്ചേഴ്സ് ആയാലും എങ്ങനെ എത്തിയെന്ന് ഇവിടെ പല ഫിഗേഴ്സിലൂടെ, സ്ട്രക്ചേഴ്സിലൂടെ, ഫ്ലെക്സിലൂടെ ഒക്കെ ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ പണ്ട് സോഷ്യലിൽ, ഹിസ്റ്ററി, ജോഗ്രഫിയിലൊക്കെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിയോലിറ്റിക് ഏജസിൻ്റെ ആയാലും സിവിലൈസേഷൻസ് ആണെങ്കിലും വേദാസ്, പുരാണാസ്, ഫ്രീഡം സ്ട്രഗിൾ എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. കാണുന്നത് കൈകൊണ്ട് വരച്ച പെയിൻറ്റിങ്സ് ആണ്. ഈ കാണുന്നത് അഭിജ്ഞാന ശാകുന്തളമാണ്. ഇത് മേഘദൂതും. അങ്ങനെ ഒരുപാട് പണ്ടത്തെ സ്റ്റോറീസൊക്കെ ഇവിടെ കൈകൊണ്ട് പെയിൻറ്റിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്കൾപ്ചേഴ്സും നമുക്കിവിടെ കാണാൻ സാധിക്കും. ചില ടെമ്പിൾസിൻ്റെ ഇന്നർ സ്ട്രക്ചറൊക്കെ ഇവിടെ റീബിൽഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പണ്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച വീടിൻ്റെ ഒരു സ്ട്രക്ചറാണിത്. അവിടെ ഡോഗ്സ് ആൻഡ് ഇന്ത്യൻസ് ആർ നോട്ട് അലൗഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അതും ഇവിടെ റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഫോട്ടോസ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. മ്യൂസിയം കണ്ട് താഴെ ഇറങ്ങിയപ്പോൾ ഏതോ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റുഡൻസിൻ്റെ വക ഒരു ആർട്ട് ഗാലറി താഴെ കണ്ടു. മ്യൂസിയം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആയതിനാൽ പ്ലാനറ്റോറിയം കാണാൻ ഇനി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ആ ആർട്ട് ഗാലറിയിൽ കയറി. അവിടെ ഒരുപാട് ഫോട്ടോസ് ആ സ്റ്റുഡൻസ് വരച്ചത് കാണാനുണ്ട്. വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടാണ് വരച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ സ്റ്റുഡൻസിൻ്റെയും പ്രസൻറ്റേഷൻ ആണെന്ന് തോന്നുന്നു സൈഡിൽ നമുക്ക് കാണാം. അങ്ങനെ ആർട്ട് ഗാലറിയും കണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് യാത്രയായി. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഈ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.